ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഡിസംബർ 31. ശക്തമായി ഓട്ടം പൂർത്തിയാക്കുക. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം. 2019 പോളണ്ടിൽ നടന്ന ലോക മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 103 വയസ്സുള്ള മൻകാവ് എന്ന വനിത ഇന്ത്യയുടെ ഏറ്റവും പ്രായം കൂടിയ വനിതാ അത്ലറ്റായി മത്സരിച്ചു. 4 ഇനങ്ങളിൽ, അതായത് ജാവലിൻ ത്രോ, ഷോട്ട് പുട്ട്, 60 മീറ്റർ ഡാഷ്, 200 മീറ്റർ ഓട്ടം എന്നിവയിൽ കൗർ സ്വർണം നേടിയത് ശ്രദ്ധേയമായി. എന്നാൽ 2017 ചാമ്പ്യൻഷിപ്പിൽ ഓടിയതിനേക്കാൾ വേഗത്തിൽ അവൾ ഓടിയെന്നാണ് ഏറ്റവും ആശ്ചര്യപ്പെടുത്തുന്നത്. തൻ്റെ 2ാം സെഞ്ചുറിയിലേക്ക് കുതിക്കുന്ന ഒരു വലിയ മുത്തശ്ശിയായ കൗർ എങ്ങനെ ശക്തമായി ഫിനിഷ് ചെയ്യാമെന്ന് കാണിച്ചു തന്നു. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ അവസാന വർഷങ്ങളിലേക്ക് താൻ എങ്ങനെ പ്രവേശിച്ചു എന്നതിനെക്കുറിച്ച് ഒരു ഇളയ ശിഷ്യനായ തിമോത്തിയോസിന് എഴുതി. എൻ്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു എന്ന് പൗലോസ് എഴുതി. തൻ്റെ ജീവിതത്തെ പ്രതിഫലിപ്പിക്കുമ്പോൾ താൻ ശക്തമായി പൂർത്തിയാക്കുകയാണെന്ന് അദ്ദേഹം ആത്മവിശ്വാസത്തോടെ വിശ്വസിച്ചു. ഞാൻ നല്ല പോർ പൊരുതു, പൗലോസ് പറഞ്ഞു. ഞാൻ ഓട്ടം തികച്ചു. അവൻ തൻ്റെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കണക്കാക്കുകയോ അവയുടെ വലിയ സ്വാധീനത്തെ വിലയിരുത്തുകയോ ചെയ്തതു കൊണ്ടായിരുന്നില്ല അവന് ഈ ആത്മവിശ്വാസമുണ്ടായത്. മറിച്ച് താൻ വിശ്വാസം കാത്തു എന്ന് അവൻ അറിയാമായിരുന്നു. അപ്പോസ്തലൻ യേശുവിനോട് വിശ്വസ്തനായിരുന്നു. തന്നെ നാശത്തിൽ നിന്ന് രക്ഷിച്ചവനെ അവൻ ദുഃഖങ്ങളിലും സന്തോഷത്തിലും അനുഗമിച്ചു. തൻ്റെ വിശ്വസ്ത ജീവിതത്തിൻ്റെ ആഹ്ലാദകരമായ അന്ത്യമായ നീതിയുടെ കിരീടവുമായി യേശു ഒരുങ്ങി നിൽക്കുന്നതായി അവൻ അറിയാമായിരുന്നു. ഈ കിരീടം ചില ഉന്നതർക്കുള്ളതല്ലെന്നും ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ ഉള്ളതാണെന്നും പൗലോസ് തറപ്പിച്ചു പറയുന്നു. നാം ഒരു പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ സ്നേഹിച്ച എല്ലാവരെയും കിരീടമണിയിക്കാൻ യേശു കാത്തിരിക്കുകയാണെന്ന് നമുക്ക് ഓർക്കാം. നമുക്ക് കരുത്തോടെ ജീവിക്കാം. ചിന്തിക്കുക, നിങ്ങൾ ശക്തമായി പൂർത്തിയാക്കിയതിയാൽ അത് എങ്ങനെയായിരിക്കും? ആരാണ് നന്നായി ഫിനിഷ് ചെയ്തതിൻ്റെ ഒരു നല്ല ഉദാഹരണം? ദൈവത്തിന് മഹത്വം.